ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാധാരണ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ പറയും ഒരു ദൈവഭയമുള്ള കൊച്ചിനെ വേണം, അല്ലെ ദൈവഭയമുള്ളൊരു പയ്യനെ വേണം. സത്യത്തിൽ ആ പറച്ചിലിനകത്ത് ഒരു വലിയ കാര്യമുണ്ടോ അതോ അതൊരു മണ്ടത്തരമാണോ എന്ന് നമുക്ക് വചനത്തിൽ കൂടെ ഇന്നൊന്ന് ചിന്തിക്കുക. ദൈവഭയമുള്ള കുട്ടിയെ വേണോ, ദൈവത്തോട് സ്നേഹവും ബഹുമാനവുമുള്ള ഒരു കുട്ടിയെ വേണോ? അത് യുവാവാണെങ്കിലും യുവതിയാണെങ്കിലും. വചനം ഒന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ 19-20 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അവർ മോശയോട്, അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. മോശ ജനത്തോട്, ഭയപ്പെടരുത്, പാപം ചെയ്യാതിരിക്കാൻ തക്കവണ്ണം നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനും നിങ്ങളെ പരീക്ഷിക്കുന്നതിനുമാണ് ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കണം. ഈ ജനമാണ്, ദൈവഭയമുള്ള ഈ ജനമാണ്, ദൈവത്തോട് ഭയമുള്ള ഈ ജനമാണ് നിരന്തരം ദൈവത്തോട് പാപം ചെയ്തത്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായല്ലോ, ദൈവഭയമുള്ള ഒരു പെൺകുട്ടി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു യുവാവിനെ കിട്ടിയാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ പറച്ചിലെന്ന് പറയുന്നത് തന്നെ ഒരു കാര്യമില്ലാത്ത കേസാണ്. എന്നാൽ ദൈവത്തോട് സ്നേഹവും ബഹുമാനവുമുള്ള ഒരു കുട്ടിയാണ് വരുന്നതെങ്കിൽ സ്നേഹവും ബഹുമാനവും ഭയവും രണ്ട് കാര്യങ്ങളാണ് വെളിയിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഭയത്തിൽ നിന്ന് വരുന്നതും സ്നേഹത്തിൽ നിന്നും ബഹുമാനത്തിൽ നിന്നും വരുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ ബൈബിളിലോട്ട് നമ്മൾ നോക്കിയാൽ ഈ യോനയുടെ ഭാഗത്തേക്ക് നമ്മൾ പോകാമെങ്കിൽ യോനായിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് കാണാം, ഒന്ന് ശ്രദ്ധിക്കാം. യോനായെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കാം. യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിനെതിരെ പ്രസംഗിക്കുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഒന്നാമത്, ഒരു ദേശത്ത് ദുഷ്ടത വർദ്ധിക്കുമ്പോൾ ദൈവം ആ ദേശത്തിനെതിരെ നടപടിയെടുക്കും. ദൈവം ആ ദേശത്തിനെതിരെ നടപടിയെടുക്കുന്നതിന് മുമ്പ് ദൈവം ദേശത്തിനൊരു മുന്നറിയിപ്പ് നൽകും. ശരിക്കും പ്രസംഗകരെ ദൈവം ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ കേരളത്തിലെ നമ്മൾ ആവറേജ് വാർത്തകൾ നോക്കിയാൽ 14 വയസ്സുകാരൻ SIയെ എടുത്തിട്ടടിക്കുന്നു, 14 വയസ്സുകാരൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനെ കുത്തുന്നു, 14 വയസ്സുള്ളവൻ 30 വയസ്സുള്ളവനെ കുത്തിക്കൊല്ലുന്നു. ഞാൻ ഇന്നലെയോ മിനിങ്ങാന്ന് ഒരു വീഡിയോ കണ്ടു. മയക്കുമരുന്ന് അടിച്ചിട്ട് ഒരു 10-13-14 വയസ്സുള്ള ഒരു ചെറുക്കൻ അവൻ്റെ അപ്പൻ്റെ പുറത്തിനിട്ട് അടിക്കുന്നു, കൂട്ടുകാർ കൂടി അപ്പനെ മർദ്ദിക്കുന്നു. ദേശം മുഴുവൻ മയക്കുമരുന്നിൻ്റെ വ്യാപാരം നടക്കുന്നു, മദ്യപാനം നടക്കുന്നു, കേട്ടുകേൾവിയില്ലാത്ത വാർത്തകൾ കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം കേൾക്കുന്നു, ഭർത്താവിൻ്റെ വൃക്ക വിറ്റ് കിട്ടിയ, കിഡ്നി വിറ്റ് കിട്ടിയ 10 ലക്ഷം രൂപയുമായി ഭാര്യ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി. 16 വയസ്സുള്ള പെൺകുട്ടി പ്രസവിക്കുന്നു, 13 വയസ്സുള്ള ചെറുക്കൻ അതിൻ്റെ അപ്പനാകുന്നു. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു സ്ഥലം മാറുമ്പോൾ, ഒരു ദേശം മാറുമ്പോൾ ദൈവം അതിനെതിരെ നടപടിയെടുക്കും. നടപടിയെടുക്കേണ്ട ഗവൺമെൻറ്റുകളോ ഭരണാധിപന്മാരോ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ദൈവം അതിനെതിരെ നടപടികളെടുക്കും. ദൈവം അതിനെതിരെ നടപടികൾ എടുക്കുന്നതിന് മുമ്പ് ദൈവം അതിനൊരു മുന്നറിയിപ്പ് നൽകും. ദൈവത്തിൻ്റെ ഒരു മാന്യത അത്. ഈ ഇസ്രായേൽ എന്ന രാജ്യം മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ചാൽ ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ നോട്ടീസ് കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് വിതറുവോ അനൗൺസ് ചെയ്യുവോ ഫോണുകളിൽ മെസ്സേജ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യും, ഞങ്ങൾ ഇന്നടം ആക്രമിക്കാൻ പോവുക, ആൾക്കാർ മാറിക്കോളാൻ പറയും. ഇതുപോലെ തന്നെ അത് ദൈവത്തിൽ നിന്ന് യഹൂദജനത്തിന് കിട്ടിയ ഒരു അറിവാണ്. ദൈവം ഒരു ദേശത്തോട് തിരിയുന്നതിനിപ്പുറം ദൈവം വ്യക്തമായ മുന്നറിയിപ്പ് നൽകും. അതുകൊണ്ട് തന്നെ നിനവേക്കാർ പെശകാന്നറിഞ്ഞപ്പോൾ, അവരുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ അവർക്കെതിരെ ദൈവം ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ് ദൈവം ഒരു അഭിഷിക്തനെ അയച്ചു. ഈ അഭിഷിക്തനോട് ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ്, യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിനെതിരായി പ്രസംഗിക്കുക.
എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദുഷ്ടത വർദ്ധിക്കുമ്പോൾ ഇത് ദൈവസന്നിധിയിൽ എത്തുകയും ദൈവം ഇത് കാണുകയും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മാന്യമായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് പലായനം ചെയ്യാനാണ് പുറപ്പെട്ടത്. അയാൾ യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. യാത്രക്കൂലി നൽകി യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് പോകുവാൻ അവരോടൊപ്പം അതിൽ കയറി. അപ്പോൾ പോകാൻ പറഞ്ഞത് നിനവേലോട്ട്, ഇങ്ങേര് തർശീശിലേക്ക് പോയി. അപ്പോൾ അയച്ചവൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോകാഞ്ഞതുകൊണ്ട് 4-ാമത്തെ വാക്യം വായിക്കുന്നു, എന്നാൽ യഹോവ കടലിൽ ഒരു കൊടുങ്കാറ്റ് അടുപ്പിച്ചു, കപ്പൽ തകർന്നു പോകത്തക്കവണ്ണം കടലിൽ വലിയ കോളിളക്കം ഉണ്ടായി. അപ്പോൾ ഈ കാറ്റാരാണെന്ന് സങ്കീർത്തനത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 104-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലകളെ തൻ്റെ സേവകന്മാരുമാക്കുന്നു. അപ്പോൾ നമ്മൾ ആ വചനം വെച്ച് നമ്മൾ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ദൈവത്തിൻ്റെ ദൂതന്മാരായ കാറ്റുകൾ ഉണ്ട്. ദൈവം പറഞ്ഞാൽ അത് പറയേണ്ട, ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അത് അടിക്കും. അത് ശാന്തമായിട്ടും അടിക്കും, അത് ചുഴലിക്കാറ്റായിട്ട് അടിക്കും, അത് കൊടുങ്കാറ്റായിട്ടും അടിക്കും. അപ്പോൾ അത് ദൂതനായതുകൊണ്ട് ദൈവത്തിന് എങ്ങനെ വേണേലും അത് ചെയ്യിക്കാം. ഇനി മനുഷ്യരുടെ ജീവൻ എന്ന് പറയുന്നതും ഒരു കാറ്റാണ്. നമ്മൾ പറയാറില്ലേ കാറ്റ് പോയെന്നവൻ്റെ. കാറ്റ് പോയെന്ന് പറഞ്ഞാൽ അതിന് ശക്തി കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ദൈവത്തിന് കഴിയും. അപ്പോൾ ദൂതൻ ആഞ്ഞടിച്ചു, കപ്പൽ തകർന്നു പോകത്തക്ക വണ്ണം കടലിൽ വലിയ കോളിളക്കമുണ്ടായി. ഈ ലോകത്തിനെ കടലെന്നും ജീവിതത്തിനെ കപ്പലെന്നും പ്രശ്നങ്ങളെ കൊടുങ്കാറ്റെന്നും പറയാം. ലോകത്തിനെ കടലെന്നും ജീവിതത്തിനെ കപ്പലെന്നും പ്രശ്നങ്ങളെ കൊടുങ്കാറ്റെന്നും പറയാം. ദൈവത്തോടോ ദൈവവചനത്തോടോ അനുസരണക്കേട് കാണിച്ചാൽ പ്രശ്നങ്ങളെന്ന കൊടുങ്കാറ്റ് അടിക്കാം. ശാന്തമായി പോകുന്ന ജീവിതത്തിൽ പ്രശ്ന കൊടുങ്കാറ്റുകൾ അടിക്കാം. ഇത് യോനായ്ക്കും വന്നു. യോനയുടെ 1:5 നോക്കിയാൽ 1:5 നാവികർ ഭയപ്പെട്ട് അവർ ഓരോരുത്തരും തൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ അവർ ചരക്ക് കടലിലെറിഞ്ഞു. യോനയാകട്ടെ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. അപ്പോൾ കപ്പിത്താൻ ഇറങ്ങി വന്ന് ഇയാളെ പിടിച്ചു. ഇയാളോട് ചോദിച്ചു. കാര്യങ്ങളെല്ലാം ചോദിച്ച് വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലാണ് വന്ന് ചോദിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ കപ്പിത്താൻ വന്ന് അയാളോട് ചോദിച്ചു, നീ എന്താണ് ഉറങ്ങുന്നത്? എഴുന്നേറ്റ് നിൻ്റെ ദേവനെ വിളിക്കുക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ആ ദേവൻ ഒരു പക്ഷേ നമ്മെ കടാക്ഷിച്ചേക്കും. പിന്നീട് അവർ പരസ്പരം പറഞ്ഞു, വരൂ, ആരുടെ നിമിത്തമാണ് ഈ അനർത്ഥം ഭവിച്ചതെന്ന് നോക്കുവാൻ നമുക്ക് നറുക്കിടാം. അങ്ങനെ അവർ നറുക്കിട്ടു. നറുക്ക് യോനായ്ക്ക് വീണു. അപ്പോൾ അവർ അയാളോട് പറയൂ, ആര് നിമിത്തമാണ് ഈ അനർത്ഥം നമുക്ക് വന്നു ഭവിച്ചത്? നിൻ്റെ തൊഴിലെന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നിൻ്റെ രാജ്യം ഏതാണ്? നീ ഏത് ജാതിക്കാരൻ? അയാൾ അവരോട് പറഞ്ഞു, ഞാനൊരു എബ്രായനാണ്. കടലിനെയും കരയെയും സൃഷ്ടിച്ച യഹോവയായ സ്വർഗീയ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. അപ്പോൾ പിന്നീട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കടൽ ശാന്തമാകാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. യോന പറഞ്ഞു, എന്നെ എടുത്ത് കടലിലിട്ടാമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ എടുത്ത് കടലിലിട്ടു. കടൽ ശാന്തമായി. യോനായെ 17-ാമത്തെ വാക്യം പറയുന്ന ഒരു മീൻ വിഴുങ്ങി. മീൻ്റെ വായി കിടന്ന് അവൻ നിലവിളിച്ചവനെ കൊണ്ട് നിനവേ ഛർദ്ദിച്ചു. അവൻ നിനവേക്കാരോട് പ്രസംഗിച്ചു. നിനവേക്കാർ മാനസാന്തരപ്പെട്ടു. അതും യോനായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. യോനായ്ക്ക് അതും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ പ്രകാരമുള്ള പ്രവർത്തികളൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ദൈവത്തോടുള്ള ഭയമല്ല ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നത്. ഈ പുതിയ നിയമ വ്യവസ്ഥയിൽ പറഞ്ഞു, ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നു. ഇവിടെ 1 കൊറിന്ത്യർ ലേഖനത്തിലൊരു വചനം ഇങ്ങനെ വായിക്കുന്നു. 1 കൊറിന്ത്യർ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, കർത്താവിന് ആലോചന നൽകുവാൻ തക്കവണ്ണം അവിടുത്തെ മനസ്സറിഞ്ഞിട്ടുള്ളവരാര്? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ഇനി ക്രിസ്തുവിൻ്റെ മനസ്സെന്താണെന്ന് യോഹന്നാൻ സുവിശേഷം 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടതും നമ്മൾ ചോദിക്കേണ്ടതും ഒരു ദൈവ സ്നേഹവും ദൈവത്തോട് ബഹുമാനവുമുള്ള ഒരു കുട്ടിയെ വേണമെന്നാണ്.
ദൈവത്തോട് ഭയമുള്ളതിനെ കിട്ടിയാൽ പുറപ്പാട് പുസ്തകത്തിൽ കാണിച്ചതുപോലെ അവർ വായിച്ചതുപോലെ നിരന്തരം ദൈവത്തോട് മത്സരിക്കും. ഈ യോനായ്ക്കും ദൈവത്തോട് സ്നേഹവും ബഹുമാനവും അല്ലായിരുന്നു, ദൈവത്തോട് ഭയമായിരുന്നു. അതാണ് സത്യത്തിൽ അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്കിനി മുന്നോട്ട് പറയാം, ദൈവത്തോട് സ്നേഹവും ബഹുമാനവുമുള്ള ഒരു കുട്ടിയെ ഞങ്ങൾക്ക് തരണമേ. ദൈവഭയമല്ല വേണ്ടത്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, സമയത്തിനായി, സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവസ്നേഹമുള്ള ഒരു കുട്ടിയെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരനായോ വധുവായോ ദൈവം തരണമേ. അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെല്ലാം ദൈവഭയമല്ല, ദൈവത്തോട് സ്നേഹവും ബഹുമാനവും ഉള്ളവരായി മാറുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.